ഹായ് ഡിയേഴ്സ്, നമ്മുടെ കെമിസ്ട്രിയിൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കാണാത്തവർ എന്ത് ചെയ്യണം? ഫസ്റ്റ് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം? പാർട്ട് 2 കാണണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കണം എന്തൊക്കെയാണ്? പാർട്ട് 2 ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 എന്താ പഠിക്കുന്നത്? മക്കളെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. എന്താണ്? സം ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങൾ. മലയാളത്തിലുണ്ട് കേട്ടോ, ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങൾ. സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ, കോമ്പൗണ്ട് പറഞ്ഞാൽ രണ്ടാളുകൾ കൂടിയത്. അല്ലേ, രണ്ടാളുകൾ കൂടി എന്ത് വിളിക്കും? രണ്ട് മൂലകങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇതിന് കോമ്പൗണ്ടായി, സംയുക്തമായി. അല്ലേ, നമ്മൾ പറയാറില്ലേ ഇന്ന ക്ലബും ഇന്നതും ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേൾക്കാറുണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? രണ്ടാളും കൂടിയത് എന്നർത്ഥം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടി പോണത്. ഒന്നാമത് വിളിക്കാണത് എന്താണ്? ആൽക്കഹോൾ ആണ്. നമുക്കറിയാം ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന ആളുകളാണ് എന്താ? OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന ആളുകളാണ് എന്ത്? നമ്മുടെ ആൽക്കഹോള്. അല്ലെ, കാണുന്നില്ലേ? സെറ്റ് അല്ലേ? അതാണെന്ത്? ആൽക്കഹോള്. സർ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൽക്കഹോളിന് നമ്മൾ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാടാ? ആൽക്കഹോളിനെ നമ്മൾ വീണ്ടും രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? ഒന്ന് മെത്തനോൾ, ഒന്ന് മെത്തനോൾ. അപ്പൊ രണ്ടാമതായിരിക്കും എത്തനോൾ ആയിരിക്കും. എത്താൻ ഓൾ. രണ്ട് കാർബൺ അല്ലത്, ഒരു കാർബൺ ആകുമ്പോൾ എന്താണ്? മെത്തനോൾ ആണ്. രണ്ട് കാർബൺ ആകുമ്പോ എത്തനോൾ ആണ്. സെറ്റ് ആണോ? അപ്പൊ മെത്തനോൾ ആണ് ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ മക്കളെ മെത്തനോൾ എന്ന് പറഞ്ഞാൽ സർ ഒരു കാർബണല്ലേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ? എങ്ങനെയായിരിക്കും? അതിന്റെ കണ്ടൻസർ ഫോർമുല എന്തായിരിക്കും? ഇത്രയുള്ള മക്കളെ, ഒരു കാർബൺ CH3, പിന്നെ എന്തുണ്ട്? ഓളല്ലേ, അപ്പൊ OH, CH3OH. ഇതാണ് എന്ത്? മെത്തനോൾ എന്ന് പറയുന്നത്. ഓക്കെ സർ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഈ മെത്തനോളിനെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വുഡ് സ്പിരിറ്റ്. എന്താണ്? വുഡ് സ്പിരിറ്റ്. എന്തിനു ഇതിനെ വുഡ് സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സർ മനസ്സിലാകുന്നുണ്ട്. സെറ്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ? അത് നമ്മള് ഈ മെത്തനോൾ ആൽക്കഹോൾ നമുക്കറിയാം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ബീവറേജ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് മാത്രമാണ് അതിന്റെ ഉപയോഗം. അത് മാത്രമൊന്നല്ല, എന്നാലും ഈ മെത്തനോളും ഒരു ആൽക്കഹോൾ ആണല്ലോ. ഇത് കുടിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റൂല. ഇറ്റ് ഈസ് പോയിസണസ്. എന്താണ്? ഒരു വിഷപദാർത്ഥമാണ്. മെത്തനോൾ എന്താണ്? ഒരു വിഷപദാർത്ഥമാണ്. രണ്ടാമത്തെ പോയിന്റ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർ പിന്നെ ഇത് കുടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനത് ഉപയോഗിക്കുന്നത്? എടാ മക്കൾ, ഇത് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ദ മാനുഫാക്ചർ ഓഫ് വാർണിഷ് ആൻഡ് ഫോർമാലിൻ. ഫോർമാലിനും അതേപോലെ നമ്മൾ വാർണിഷ് നിർമ്മിക്കുന്നുണ്ട്. വാർണിഷ് എന്ന് പറഞ്ഞാൽ പെയിന്റിന്റെ ഇതിലുള്ളതാണ് വാർണിഷ്. ഫോർമാലിൻ അറിയാം, കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് വെക്കും. ഫോർമാലിൻ ഇട്ട് വെക്കാറുണ്ട് അല്ലെ? കെമിക്കലുകൾ പേര് കേട്ടിട്ടുണ്ടാവും. അതാണ് ഫോർമാലിൻ. അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ഉപയോഗിക്കുന്നത്. സെറ്റ് ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ മക്കൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ സർ, സെറ്റ് ആണ്. സർ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുക? അത് പറഞ്ഞരി അല്ലേ? ഉണ്ടാക്കുന്ന രീതി പറഞ്ഞരി മക്കളെ. മെത്തനോൾ ഉണ്ടാക്കുന്ന പറഞ്ഞാല് ഒരു കാർബൺ മോണോക്സൈഡും രണ്ട് എത്ര ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്? രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ. ആറ്റം H2 മോളിക്യൂളായി രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 2 × 2 എത്ര ഉണ്ട്? 4. 4 H ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു CO ഉണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ 4H നിന്ന് ഞാൻ 3H എടുത്തു. 3H എടുത്തു. എന്ത് ചെയ്തു? എന്താണ്? ഇവിടെ ഒരു C ഇല്ലേ? ആ C എഴുതി. ഇവിടെ ഒരു 3H എടുത്തു. CH3 ഹൈഫൺ അല്ലേ? ഒരു കാർബൺ 3 ബോണ്ട് പോയി, ബാക്കി ഒരു ബോണ്ട് അങ്ങോട്ട് ഇട്ടു. ഹൈഡ്രജൻക്ക് 3 ബോണ്ട്, ബാക്കി ഒരു ബോണ്ട് കൂടി ഇട്ടു. ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് അല്ലേ? കാണുന്നില്ലേ? ക്ലിയർ ഇല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോയിക്കോളൂ. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? ഇവിടെ ഒരു H ബാക്കി ഉണ്ടാവില്ലേ? 4H 3 H ബാക്കിയില്ലേ? ഇവിടെ ഒരു O ബാക്കിയില്ലേ? ഉണ്ട്. ആ Oയും ആ Hഉം ഇതാണ് എന്ത്? മെത്തനോൾ. എന്താണ്? മെത്താൻ ഓൾ. മെത്താൻ ഓൾ, മെത്തനോൾ. സെറ്റ് ആണോ? മനസ്സിലായോ? ഓക്കെ സർ, ക്ലിയർ ആണ്. ഞങ്ങൾ ക്ലിയർ ആകുന്നുണ്ട്. സെറ്റ് ആണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ എത്തനോൾ ആണ്. സർ ഞങ്ങൾക്ക് അറിയാം എത്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ CH3 CH2 OH ആയിരിക്കും എന്ത് എത്തനോൾ എന്ന് പറഞ്ഞാല് ആണ് എത്തനോൾ. സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ മെത്തനോൾ കുടിക്കാൻ പറ്റില്ല പറഞ്ഞു, പക്ഷെ എത്തനോൾ കുടിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ പേരെന്താണ്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന പേര് അറിയപ്പെടുന്നു. എന്ത് പേര് അറിയപ്പെടുന്നു? ഗ്രേപ്പ് സ്പിരിറ്റ്. കുടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ്? എത്തനോൾ ഈസ് യൂസ്ഡ് ആസ് ഓർഗാനിക് സോൾവെന്റ്. എന്തിനൊക്കെ ഉപയോഗിക്കും? എടാ ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ലായനിയായിട്ട് ഉപയോഗിക്കും, സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ അത് മാത്രമാണോ? മാനുഫാക്ചർ ഓഫ് വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന എന്ത് വേണം? അധികം ഉണ്ടാക്കുന്ന എന്ത് വേണം? ഇത് വേണം.
മനസ്സിലാവുണ്ടല്ലോ. എന്നോട് പറഞ്ഞത് എന്താണ്? മാനുഫാക്ചറിങ് ഓഫ് വേരിയസ് ഓർഗാനിക്, പലതരം ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു പെയിന്റ് നിർമ്മാണത്തിന്, ബീവറേജസ് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെന്താണ് ലാസ്റ്റ് പറഞ്ഞു? ഫ്യൂവൽ. എടാ ഫ്യൂവലിന് വേണ്ടി ഉപയോഗിക്കോ? വാഹനങ്ങൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കോ? ഉപയോഗിക്കും. നിങ്ങൾ പെട്രോൾ ഓയിലൊക്കെ പോയി കഴിഞ്ഞാൽ പവർ പെട്രോൾ എന്ന് കാണാറുണ്ടാവും. അതിൽ ആൽക്കഹോളും അതേപോലെ എന്താണ് നമ്മുടെ എത്തനോളും ചേർന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സെറ്റ് ആണോ? ഓക്കെ ആണോ സർ? മനസ്സിലായി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർ എത്തനോൾ എങ്ങനെ നിർമ്മിക്കാം അല്ലേ? എത്തനോൾ എങ്ങനെയാണ് നിർമ്മിക്കുക? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോണത്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. മക്കളെ എഴുതി വെച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓണപരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? എന്തായാലും ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നല്ല രീതിയിൽ മനസ്സിലാക്കുക എങ്ങനെയാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. നോക്കിക്കോളൂ, നമുക്കതിന്റെ കുറെ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്. അതിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഡെഫിനിഷൻ അല്ല നമുക്ക് ആവശ്യം. നമുക്കതിന് എന്താണ് ആവശ്യം? റിയാക്ഷൻസ് ആണ്. സെറ്റ് ആണോ? നമുക്കതിന്റെ ആവശ്യം റിയാക്ഷൻസ് ആണ്. ഓക്കെ, കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലാറ്റ് ഇല്ലേ? അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുട്ടോ. ക്ലാറ്റ് അല്ലല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞേരി. വളരെ സിമ്പിൾ ആണെടാ. നമ്മൾ എത്തനോൾ ഉണ്ടാക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മള് കരിമ്പിന്റെ ചണ്ടി എന്നാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. കരിമ്പിന്റെ ചണ്ടിയോ? അത് സർ എടാ നമ്മള് ഒരു പഞ്ചസാര ഫാക്ടറിയിൽ പോയി, ഒരു ഷുഗർ ഫാക്ടറിയിൽ പോയി. അപ്പൊ അവിടെ എന്താ വേസ്റ്റ് ഉണ്ടാവുക? കരിമ്പിന്റെ ചണ്ടി. കാരണം കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പഞ്ചസാര ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് എന്ത് കിട്ടും? കരിമ്പിന്റെ ചണ്ടി കിട്ടൂലേ? അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താടാ? മൊളാസസ്. എന്താണ് വിളിക്കുക? മൊളാസസ്. ഇംഗ്ലീഷ് മീഡിയത്തിന് ഇവിടെ ഉണ്ട്. എന്ത് വിളിക്കും? മൊളാസസ്. ഇവിടെ കാണിക്കുന്നുണ്ടാകും മൊളാസസ്. ഈ മൊളാസസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം പാരും. അതായത് ഇത് ഡൈല്യൂട്ട് ചെയ്യും. വെള്ളം പാർന്ന് കളക്കും. ഇപ്പൊ കരിമ്പിന്റെ ചണ്ടിയിലേക്ക് എന്ത് ചെയ്തു? കുറച്ച് വെള്ളം പാർന്നു. എടാ കരിമ്പിന്റെ ചണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ എന്താ ഉള്ളത്? ഷുഗർ കണ്ടന്റ് അല്ലേ? ആൻസർ ഷുഗർ കണ്ടന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, എന്താ ഷുഗർ നമ്മുടെ കെമിക്കൽ ഫോർമുല എന്താ? മോളിക്കുലർ ഫോർമുല എന്താ? നമുക്കറിയാം C12H22O11 ആണ് സർ. അപ്പൊ സർ നമ്മളെ മൊളാസും അത് തന്നെയാണോ? ആണ്. അതിന്റെ കണ്ടന്റ് തന്നെയല്ലേ? അപ്പൊ അതാണ്. ഓക്കെ സർ. അതിലേക്ക് നമ്മൾ എന്ത് പറഞ്ഞത്? വെള്ളം പാടുന്നു പറഞ്ഞു. അത് ലയിപ്പിക്കണം. അതെന്ത് ചെയ്യണം? ഒന്ന് ലയിപ്പിക്കണം. ഓക്കെ സർ, മനസ്സിലായി? വെള്ളം പാർന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം പാർന്നു കഴിഞ്ഞാൽ ഞാനൊരു ബക്കറ്റ് എടുത്തു. ആ ബക്കറ്റിലേക്ക് കുറച്ച് കരിമ്പിന്റെ ചണ്ടി ഇട്ടു, കുറച്ച് വെള്ളം നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഈസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈസ്റ്റിലെ ഒരു എൻസൈമാണ്. നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിക്കും എൻസൈമിന്റെ കറക്റ്റ് കാര്യങ്ങൾ. എൻസൈം ആണ് എന്ത്? ഇൻവെർട്ടേഴ്സ്. എന്താണ്? ഇൻവെർട്ടേഴ്സ്. ശ്രദ്ധിക്കട്ടോ, ഇൻവെർട്ടേഴ്സ് ഇടും. ഒരു ബാക്ടീരിയൽ പ്രോസസ്സാണ്. ഈ ഇൻവെർട്ടേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇൻവെർട്ടേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. നോക്കിക്കോളൂ, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അതായത് ഇവിടെ എത്ര കാർബൺ ഉണ്ട് ടോട്ടല്? 12 കാർബൺ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12 അല്ലെ? കാർബൺ 12 ആണ്. അപ്പൊ നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആണ്. എങ്ങനെ എഴുതും? 12 കാർബൺ ആണ് സർ. അപ്പൊ കാർബണിന്റെ 12ന്റെ പകുതി എടുത്താൽ മതി. എന്താണ് 12ന്റെ പകുതി? 6 അല്ലേ? അപ്പൊ C6. പിന്നെ എന്താ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? നമ്മളൊക്കെ വെള്ളം മിക്സ് ആക്കില്ലേ? അപ്പൊ ഈ H2 ഇതൊക്കെ ഇവിടെ മിക്സ് ആകും. അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 22 എണ്ണവും, ഇവിടെ 2, 24 അല്ലേ? 24ന്റെ പകുതി 12. അപ്പൊ H12. ഓക്കെ സർ, മനസ്സിലായി? ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 11 ഓക്സിജനും എത്ര ഉണ്ട്? 12 ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12ന്റെ പകുതി O6. എല്ലാത്തിന്റെ പകുതി നമ്മൾ എടുത്ത്. ഇതിന്റെ എല്ലാത്തിന്റെ പകുതി എടുത്താൽ പകുതിയും കൂടി അവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാകും. അപ്പൊ ഒന്നും കൂടി ഉണ്ടാവും C6H12O6 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നെന്താണ്? ഗ്ലൂക്കോസ് ആണ്. എന്താണ്? ഗ്ലൂക്കോസ് ആണ്. മലയാളത്തിൽ എങ്ങനെ എഴുതുക? ഗ്ലൂക്കോസ്. സിമ്പിൾ ആണ്. ഗ്ലൂക്കോസ് ആണ്. മറ്റേത് ഫ്രക്ടോസ് ആണ്. എന്താണ്? ഫ്രക്ടോസ് ആണ്. സർ ഗ്ലൂക്കോസും ഫ്രക്ടോസും രണ്ടും ഒരേ ഫോർമുലയാണോ? ഒരേ കെമിക്കൽ ഫോർമുലയാണോ? ഒരേ മോളിക്കുലർ ഫോർമുലയാണോ? ആണ്. പക്ഷെ കാണുമ്പോൾ മാറ്റുണ്ടെന്നുള്ളൂ ചെറുതായിട്ട് രീതിയിൽ. പക്ഷെ എന്താണ്? കണ്ടന്റ് ഒക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ സർ, മനസ്സിലായി? ക്ലിയർ ആണ്? സെറ്റ് അല്ലേ? ഓക്കെ ആണ് സർ. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസും കിട്ടി, ഫ്രക്ടോസും കിട്ടി. ആ ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടിയില്ലേ? അതിലെ ഗ്ലൂക്കോസോ ഫ്രക്ടോസോ ഏതൊന്ന് ഞാൻ എടുത്തു. ഏതിലെടുക്കുക? നിങ്ങൾ ബുക്കിൽ ഏതെടുക്കാൻ വേണ്ട? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്. C6H12O6 ഗീവ്സ്. അതിലേക്ക് വീണ്ടും ഞാൻ ഈസ്റ്റിലെ വേറൊരു എൻസൈമാണ് എന്ത്? സൈമേഴ്സ്. എന്താണ്? സൈമേഴ്സ്. ഈസ്റ്റിലെ അടുത്തൊരു എൻസൈമാണ് എന്ത്? സൈമേഴ്സ്.
സൈമേഴ്സ് ഇട്ട് കൊടുക്കും. സൈമേഴ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് നല്ല ധാരണ വേണം. എത്തനോൾ അല്ലേ? എത്തനോൾ എന്ന് പറഞ്ഞാല് CH3 CH2 OH അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പൊ C2 ആണോ? ഓക്കെ, 2 കാർബൺ ഉള്ളൂ, C2. എത്ര ഹൈഡ്രജൻ ഉണ്ട്? OH ഹൈഡ്രജൻ കൂട്ടണ്ട, അല്ലാത്തവരുണ്ട് 2 3 5. അപ്പൊ C2H5. പിന്നെന്താ ഉള്ളത്? ഇവിടെ ഒരു OH ഇല്ലേ? ആ OH എഴുതി C2H5OH പ്ലസ് പിന്നെ എന്തും കൂടി ഉണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഉണ്ടാകും, CO2. ഇത് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ നിൽക്കേണ്ട. ഇവിടെ എത്ര ഉണ്ടോ അത്ര ഇവിടെ ബാലൻസ് ചെയ്യണം. അതിന് എളുപ്പമാർഗം പറയാം. പെട്ടെന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യാം? 2 ഭാഗത്തും ഒരു 2 ചേർത്ത് കൊടുക്കുക. ഇവിടെ 2ഉം ഈ പ്ലസ് കണ്ട് ഇവിടെ 2ഉം കഴിഞ്ഞു, ബാലൻസ്ഡ് ആയി. ഇനി സംശയം ഉണ്ട് നോക്കുക. എത്ര കാർബൺ? 6 കാർബൺ. ഇവിടെ എത്ര കാർബണാ? 2 × 2 4. പിന്നെ ഇവിടെ 2, അപ്പോ 6. ഇവിടെ എത്ര ഹൈഡ്രജനാ? 12 ഹൈഡ്രജൻ. ഇവിടെ എത്ര ഹൈഡ്രജൻ ആണ്? ഈ 2 ഇതിനും ബാധകമാണ്. അപ്പോ 2 ഇവിടെ 5 ഉണ്ട്. 2 × 5 10. പിന്നെ ഈ 2 ഈ Hനും ബാധകമാണ്. ഒന്നുണ്ട് 12. മനസ്സിലാവുണ്ടല്ലോ. പിന്നെ ഇവിടെ O6 ആണ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. 2 ഓക്സിജൻ ഇവിടെ 2 × 2 4 ഓക്സിജൻ. 4 2ഉം 4 + 2 6. സെറ്റ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എന്റെ മക്കൾക്ക് ഓക്കെയാണോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കിയിട്ട് പഠിക്കാം. സിമ്പിളാക്കി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഈ ഓണപ്പരീക്ഷക്ക് എന്തായാലും ഈ ഭാഗത്ത് എന്തുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോളൂ. ഇന്നെങ്കിൽ ഇത് പൂരിപ്പിക്കാൻ ഫില്ല് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും റിയാക്ഷൻസ് എന്ത് ചെയ്യും, ഏതെങ്കിലും വിട്ട ഭാഗം പൂരിപ്പിക്കാനോ മൊളാസിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ചോദ്യം ഉറപ്പിച്ചോളൂ, എഴുതി വെച്ചോളൂ. എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഷുവർ ആണല്ലോ? മക്കൾ പഠിക്കാണ്ട് പോരുത്. ഈ റിയാക്ഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ, മനസ്സിലായിണ്ടാവും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ബാക്ക് അടിക്കുക, വീണ്ടും കേൾക്കുക. അപ്പൊ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു? എത്തനോളിന്റെ എന്ത് കഴിഞ്ഞു? വ്യാവസായിക നിർമ്മാണം കഴിഞ്ഞു. രണ്ടാമത് പഠിക്കാൻ എന്താണ്? എത്തനോളിന്റെ വ്യാവസായ നിർമ്മാണത്തിൽ നമുക്ക് എന്ത് കിട്ടിയടാ? ഇവിടെ എന്താ കിട്ടിയത്? ഇവിടെ കിട്ടിയ സർ എത്തനോൾ ആണ്. എന്താ കിട്ടിയത്? എത്താനോൾ ആണ്. ഈ എത്തനോള് എത്ര ആയിക്കോളൂ? ഈ എത്തനോള് 8 മുതൽ 10% വരെ എന്തുണ്ടാകും? വീര്യം ഉണ്ടാകും, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. എന്താ പറയുക? എത്തനോൾ thus obtained will be about 8 to 10% strong. ആ കിട്ടുന്ന 10 to 8% സ്ട്രോങ് ആയ ആൾ എത്തനോളിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? വാഷ്. മനസ്സിലാവുണ്ടല്ലോ? വാഷ്. ഓക്കെ സർ, മനസ്സിലായി. ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? മലയാളത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. മലയാളത്തിലുണ്ട്. ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ലഭിക്കുന്ന 8% മുതൽ 10% വരെയുള്ള ഗാഢതയുള്ള എത്തനോൾ മിശ്രിതം വാഷ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? ഇത് എത്തനോൾ എന്ത് ചെയ്യും? ലാബിൽ വെക്കാറുണ്ട്. കാരണം ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എത്തനോൾ വേണം. അപ്പൊ പല ആളുകൾ എന്ത് ചെയ്യും? ഇത് കുടിക്കും അല്ലേ? കുറച്ച് ഇത് കിട്ടിയതല്ലേ, എത്തനോൾ കുടിച്ചല്ലേ, ഇപ്പൊ ഇത് പൈസ ചെലവാക്കണ്ടല്ലോ, ബീവറേജിൽ പോയിട്ട് കുടിച്ചു നോക്കാം. അങ്ങനെ ലാബിൽ എന്തുണ്ടാവും? ലാസ്റ്റ് എത്തനോൾ കൊടുത്ത കാണൂല. അപ്പൊ അതിനെ എന്ത് ചെയ്യും? കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് പോയിസണസ് വിഷപദാർത്ഥം ചേർക്കും. അങ്ങനെ വിഷപദാർത്ഥം ചേർത്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എന്താണ്? ഡീനേച്ചേർഡ് സ്പിരിറ്റ്. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ സർ, മനസ്സിലായി. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഡീനേച്ചേർഡ് സ്പിരിറ്റ്. വിഷപദാർത്ഥം ചേർത്ത് എന്തൊരിക്കും? ഡീനേച്ചേർഡ് സ്പിരിറ്റ്. സർ മലയാളത്തിൽ എന്താ പറയാ? അത് തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ സർ, ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഷിനെ ഒരു പോയിന്റ് ആണ്. ഈ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ, സർ എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മക്കളെ, ഞാൻ ഒരു ബീക്കർ എടുത്തു. ആ ബീക്കർ എന്ത് ചെയ്തു? കുറച്ച് എത്തനോൾ എടുത്തു, നന്നായി ചൂടാക്കിയിട്ട് ഞാനിവിടെ ട്യൂബ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെങ്ങനെ വേപ്പറൈസ് ചെയ്യൂലേ, ഇങ്ങനെ തണുപ്പിച്ച് ഇങ്ങനെ വേറൊരു ബീക്കർ കിട്ടും. വാറ്റുക എന്ന് പറയും. അതിനോട് പറയാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അല്ലെങ്കിൽ സ്വേദനം, അംശിക സേദനം വഴി ഈ എന്തെന്നു നമ്മൾ ഇതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വിധേയമാക്കി കഴിഞ്ഞാൽ, വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വിധേയമാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? 95.6% എന്ത് ചെയ്യും? എന്തിട്ടും? എത്തനോൾ കിട്ടും. ആ എത്തനോളിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഇവിടെ കൊടുത്തിട്ടുണ്ട്, റെക്ടിഫൈഡ് സ്പിരിറ്റ്. 95.6% വീര്യമുള്ള എത്തനോൾ നമ്മൾ വിളിക്കുന്ന പേരാണിത് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അതിലേക്ക് വിഷപദാർത്ഥം ചേർക്കുകയാണെങ്കിൽ ഡീനേച്ചേർഡ് സ്പിരിറ്റ്. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഒറ്റ പോയിന്റ് കൂടി ആലോചിച്ച് നോക്കാം. നമുക്ക് ഈ വിഷപദാർത്ഥം ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും മെത്തനോൾ വിഷപദാർത്ഥം അല്ലേ? പോയിസണസ് അല്ലേ? വുഡ് സ്പിരിറ്റ് അല്ലേ? നമ്മൾ എത്തനോളിലേക്ക് മെത്തനോൾ ചേർക്കുകയാണെങ്കിലോ? അങ്ങനെ ചേർക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കും
മെത്തിലേറ്റഡ് സ്പിരിറ്റ്. എന്ത് വിളിക്കും? മെത്തിലേറ്റഡ് സ്പിരിറ്റ്. സർ മലയാളം കാണിച്ചേരി, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡീനേറ്റ് ചെയ്യാനായി മെത്തനോൾ ചേർത്ത എത്തനോളിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നു. നോട്ട് ദ പോയിന്റ്. എന്താണ്? മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പോയിന്റ് നോക്കാം. 100% വീര്യമുള്ള എത്തനോൾ ആണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്ത് വിളിക്കും? മലയാളത്തിൽ തന്നെ പറയാ അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇവിടുന്ന് എന്തായാലും എഴുതി വെച്ചോളൂ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവറാ. എല്ലാ വർഷവും ചോദിക്കണാണ്, 1 2 മാർക്കിനുണ്ടാവും. ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പ്. ഈ ഓണ പരീക്ഷയ്ക്ക് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ ഈ അബ്സല്യൂട്ട് ആൽക്കഹോളും അതേപോലെ ഈ പെട്രോൾ, മിക്സർ ഓഫ് അബ്സല്യൂട്ട് ആൽക്കഹോൾ ആൻഡ് പെട്രോൾ, അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതത്തെ നമ്മൾ എന്ത് വിളിക്കും? പവർ ആൽക്കഹോൾ. അപ്പോ എന്താണ്? അബ്സല്യൂട്ട് ആൽക്കഹോളിലേക്ക് കുറച്ച് പെട്രോൾ മിക്സ് ആയി കഴിഞ്ഞാൽ എന്ത് വിളിക്കും? പവർ ആൽക്കഹോൾ. ഈ പവർ ആൽക്കഹോൾ നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂവൽ ഇൻ ഓട്ടോമൊബൈൽസ്, വാഹനങ്ങളിൽ എന്ത് ഉപയോഗിക്കും? ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സെറ്റ് ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ സർ, ക്ലിയർ ആണ്, സെറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മലയാളത്തിലാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കാർബോക്സിലിക് ആസിഡുകളെ കുറിച്ചാണ്. സർ എന്താ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? എടാ COOH ഫങ്ഷണൽ ഗ്രൂപ്പായി വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മൾ കാർബോക്സിലിക് ഗ്രൂപ്പ്. ആസിഡ് ആണ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണ്. സെറ്റ് ആണോ? ഓക്കെ സർ, മനസ്സിലായി. അവിടെ കൊടുത്തിട്ടുണ്ട് COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. എന്താണ്? COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. നെക്സ്റ്റ് പറഞ്ഞു, എടാ ഈ എന്ത് ചെയ്തു? നമ്മുടെ ആസിഡില് കുറെ കാർബൺ വിചാരിച്ചോളൂ, കാർബൺ കുറെ ഉണ്ട്. അപ്പൊ കാർബൺ തടി കൂടൂലേ? തടി കൂടുമ്പോൾ എന്ത് പറയൂ? ഫാറ്റ് ആണല്ലേ? അപ്പൊ കുറെ കാർബൺ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഫാറ്റി ആസിഡ്. എന്താണ്? ഫാറ്റി ആസിഡ്. ശരിയാ? മനസ്സിലാവുന്നുണ്ടല്ലോ? കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്ൻ 12 മോർ കാർബൺ. 12 അതിലധികം. നിങ്ങളുടെ ബുക്കിൽ തന്നെ കറക്റ്റ് പറയണമെന്നില്ല, പക്ഷെ കുറെ കാർബൺ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അതെന്താടാ? ഫാറ്റി ആസിഡ് ആണ്. തടി കൂടുന്നു മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? നമുക്ക് സെറ്റ് ആണോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5% മുതൽ 8% വരെ സ്ട്രോങ് ആയ അസറ്റിക് ആസിഡിന്, മനസ്സിലാവുണ്ടല്ലോ? 5% മുതൽ 8% സ്ട്രോങ് ആയ അസറ്റിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? വിനീഗർ. നിങ്ങൾ സുർക്ക എന്ന് പറയും, വിനാഗിരി എന്ന് പറയും. 5% 8% വരെയുള്ള അസറ്റിക് ആസിഡ് വിനാഗിരി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? അസറ്റിക് ആസിഡ് ഒരു ആസിഡ് ആണ്. അതിന്റെ കോമൺ നെയിം കഴിഞ്ഞ വർഷങ്ങൾ പഠിക്കാണ്ടായിരുന്നു, ഈ വർഷം അതെന്തെല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് ബുക്കിൽ, നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. 5% മുതൽ 8% വരെ സ്ട്രോങ് ആയ അസറ്റിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വിനീഗർ. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു കാർബൺ മാത്രമേ ഉള്ളൂ COH. അപ്പൊ എന്തേരം? മെത്തനോയിക് ആസിഡ്. എന്താണ്? മെത്തനോയിക് ആസിഡ് ആണ്. ഒരു കാർബൺ മാത്രമാണെങ്കിൽ. 2 കാർബൺ, 1 2 കാർബൺ ആണെങ്കിൽ അതിനോട് വിളിക്കും CH3 എന്നായിട്ട്. ഇവിടെ CH3 കാണുന്നില്ലടാ. CH3COH ആണെങ്കിൽ 2 ഉണ്ട് എത്തനോയിക് ആസിഡ്. 3 ആണെങ്കിലോ പ്രൊപ്പനോയിക് ആസിഡ്. 4 സർ ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടാനോയിക് ആസിഡ് അല്ലേ? ബ്യൂട്ടനോയിക് ആസിഡ്. സർ മലയാളത്തിലാണല്ലോ പറയാ? അടാ മലയാളത്തിലാണ് പറയാം എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, അതേപോലെ ബ്യൂട്ടനോയിക് ആസിഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ സർ, ക്ലിയർ ആണ്, സെറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എത്തനോയിക് ആസിഡിന് ഒരു എന്തുണ്ട്? പ്രത്യേകതകൾ ഉണ്ട് കുറെ. എത്തനോയിക് ആസിഡ് നിർമ്മിക്കൽ എങ്ങനെയാണ്? എടാ എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർ CH3COOH ആണല്ലോ. കാരണം ഇത് 1 2 അപ്പൊ എത്തനോയിക് ആസിഡ്, COH ഉണ്ട്, എത്തനോയിക് ആസിഡ്. ഇതെങ്ങനെ ഉണ്ടാക്കാം? അത് ഉണ്ടാക്കാനാണ് അടുത്ത ഭാഗത്ത് പറഞ്ഞത്. നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണ് ഒരു എത്തനോയിക് ആസിഡ് നമ്മൾ നിർമ്മിക്കാം? എടാ എത്തനോയിക് ആസിഡ് നമുക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എത്തനോൾ വേണം. എത്തനോയിക് ആസിഡ് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എത്തനോൾ വേണം. സോറി എത്തനോൾ അല്ല, മെത്തനോൾ വേണം. സോറി കേട്ടോ, എന്ത് വേണം? മെത്തനോൾ വേണം. അതേപോലെ നമുക്ക് കാർബൺ മോണോക്സൈഡും വേണം. സർ മനസ്സിലായാലും ഒന്നും കൂടി പറഞ്ഞത്. എടാ നമ്മൾ എത്തനോയിക് ആസിഡ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ? ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെടുത്തൊരു മെത്തനോൾ എടുത്തു. മെത്തനോൾ എന്ന് പറഞ്ഞ സ്ഥലം അറിയാം, CH3OH ആണ് അല്ലെ? CH3OH ആണ്. അതിലേക്ക് എന്ത് വേണം? കാർബൺ മോണോക്സൈഡ്
പ്ലസ് CO ഗീവ്സ് എന്തുണ്ടാകും നോയിക്കോളൂ. ഇവിടെ എന്തുണ്ട് CH3 ഇല്ലേ, ആ CH3 പിന്നെ COOH അല്ലേ, സുഖം COOH ഇത്രേ ഉള്ളൂ. CH3 COOH CH3 COOH അത്രേ ഉള്ളൂ. അപ്പൊ എത്തനോയിക് ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു മെത്തനോളും കാർബൺ മോണോക്സൈഡും കൂട്ടിച്ചേർത്താൽ എന്ത് കിട്ടും? CH3COH. മക്കളെ മനസ്സിലാക്കി പഠിക്കണം. ഒരിക്കലും എന്ത് ചെയ്ത് ബൈ ഹാർട്ട് ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ചെയ്യരുത്. സെറ്റാണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്തനോയിക് ആസിഡ് ഇങ്ങനെ മാത്രമല്ല വേറെ രീതിയിലും കൂടി ഉണ്ടാക്കാം. ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ആൾസോ പ്രിപ്പയർഡ് ബൈ ദ ഫെർമെന്റേഷൻ ഓഫ് എത്തനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് യൂസിങ് ദ ബാക്ടീരിയ ഓഫ് അസെക്ടോബാക്ടർ. അസെക്ടോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ചും എന്ത് ചെയ്യാം? നമുക്ക് എത്തനോയിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ സർ ഈ എത്തനോയിക് ആസിഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? എത്തനോയിക് ആസിഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഉപയോഗം പറയുന്നുണ്ട് ദ മാനുഫാക്ചർ ഓഫ് റയോണിന്റെ നിർമ്മാണം. റയോൺ എന്ന് പറയുമ്പോൾ ക്ലോത്ത് കണ്ടല്ലോ, റയോൺ. അതേപോലെ ദ റബ്ബർ ആൻഡ് സിൽക്ക് ഇൻഡസ്ട്രി, പട്ട് അതേപോലെ റബ്ബറൊക്കെ ഉണ്ടാക്കാൻ മാനുഫാക്ചറിംഗ് എന്ത് ചെയ്യും? അത് ഉപയോഗിക്കാറുണ്ട്, എത്തനോൾ ഉപയോഗിക്കാറുണ്ട്, എത്തനോയിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം വിനീഗർ പ്രൊഡക്ഷൻ, സുറുക്ക തന്നെയാണ് എത്തനോയിക് ആസിഡിന്റെ, അത് തന്നെയാണ് അസറ്റിക് ആസിഡ് പറയണ്ടല്ലോ. ഓക്കെ, അസറ്റിക് ആസിഡ് എന്താണ്? എത്തനോയിക് ആസിഡിന്റെ ഒരു കോമൺ നെയിമാണിത് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനുപയോഗിക്കും? വിനീഗർ ഉപയോഗിക്കും. വിനീഗർ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? എത്തനോയിക് ആസിഡ് ഉണ്ടാക്കും. സോറി, എത്തനോയിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കും. സർ മനസ്സിലായി? സർ ഇതിന്റെ ഒരു മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞു, മലയാളത്തിലൊന്നുമില്ലേ? മലയാളത്തിലൊന്നുമില്ലേ? മലയാളത്തിലുണ്ട്, നോക്കിക്കോളൂ. ഇവിടെ പറയുന്നുണ്ട് അസെറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് വായുവിന്റെ സാന്നിധ്യത്തിൽ എത്തനോൾ ഫെർമെന്റേഷൻ നടത്തിയും ഇത് തയ്യാറാക്കുന്നു. എത്തനോയിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? റയോണിന്റെ നിർമ്മാണത്തില്, റബ്ബർ സിൽക്ക് വ്യവസായത്തില്, വിനാഗിരി ഉൽപാദനത്തിനൊക്കെ എന്ത് ചെയ്യും? നമ്മൾ എത്തനോയിക് ആസിഡിന്റെ ഉപയോഗങ്ങളാണ്. എന്ത് ചെയ്യും? എത്തനോയിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സർ സെറ്റ്, ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? എസ്റ്ററുകൾ. എന്താണ് എസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നിങ്ങൾക്ക് അറിയോ എന്താ എസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ സിമ്പിൾ ആണ്. എസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, നമ്മൾ എസ്റ്ററുകൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടി, നമ്മൾ ഫ്ലവറിന്റെ സ്മെല്ല് നമുക്ക് ഉണ്ടാക്കണം. ആ ഫ്ലവറിനെ അരച്ച് പൊടിച്ച് തരുന്ന സ്മെല്ലായിരിക്കും അത്, അല്ല എസ്റ്റർ ആണത്. മനസ്സിലാണ്ടല്ലോ? അല്ലെങ്കിൽ പഴങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ സ്മെല്ല് ഉണ്ടാക്കൂലേ? നമ്മൾ ചില ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലേ, നല്ല ഫ്ലേവർ ഉണ്ടാവാറുണ്ട്, പലതിൻ്റെയും ഫ്ലേവർ ഉണ്ടാവും. അത് ആ ജ്യൂസ് തന്നെയാണോ? ഒന്നല്ല. ഇപ്പൊ ചിക്കുവിന്റെ ഫ്ലേവർ ചിക്കു തന്നെയാണോ? അല്ല, എസ്റ്റർ ആണ് അതൊക്കെ. എന്താണ് എസ്റ്റർ? അതാണ് പറയുന്നത് എസ്റ്റർ ആർ ഒബ്റ്റൈൻഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂട്ടിച്ചേർത്താണ് എന്ത്? എസ്റ്ററുകൾ. എസ്റ്റർ ഉണ്ടാക്കണം എങ്ങനെയാണ്? ആൽക്കഹോളും അതേപോലെ കാർബോക്സിലിക് ആസിഡും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? എസ്റ്റർ ഉണ്ടാകും. എന്താണ് എസ്റ്റർ? എസ്റ്റേഴ്സ് ഹാവ് ദ പ്രസന്റ് സ്മെൽ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. സർ മലയാളത്തിലൊന്ന് പറഞ്ഞിരി. ആൽക്കഹോളുകളും കാർബോക്സിലിക് ആസിഡുകളും തമ്മിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് എന്തുണ്ടാവുന്നത്? എസ്റ്റർ ഉണ്ടാകുന്നത്. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് നമുക്ക് എന്താ പറയാ? COH. ആൽക്കഹോൾ എന്താ അറിയാ? OH, ആൽക്കഹോൾ. അത് കൂട്ടിക്കഴിഞ്ഞ് കിട്ടും എസ്റ്റർ കിട്ടും. അപ്പൊ എസ്റ്ററിൽ എന്തുണ്ട്? കുറച്ചൊരു ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പഴങ്ങളുടെയും പൂക്കളുടെയും സുഖകരമായ ഗന്ധമുള്ളതാണ് എസ്റ്ററുകൾ. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ളതാണ് എന്ത്? എസ്റ്ററുകൾ എന്ന് പറയുന്നത്. സർ ക്ലിയർ ആണ്? അപ്പൊ സർ അത് എങ്ങനെ ഉണ്ടാക്കുക? അതൊന്ന് പറഞ്ഞേരി. എങ്ങനെ ഞങ്ങൾ അത് ഉണ്ടാക്കുക അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കോളൂ, നമുക്ക് ഇവിടെ കാണിക്കാം എസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തൊക്കെ വേണം? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടിയതല്ലേ എസ്റ്റർ എന്ന് പറഞ്ഞാല്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്തെടുക്കുന്നു? എത്തനോയിക് ആസിഡ് എടുക്കുന്നു. എത്തനോയിക് ആസിഡ് എത്തനോയിക് ആസിഡ് ആകുമ്പോ എനിക്കിവിടെ എഴുതാം CH3, സോറി എന്താ എഴുതാം? CH3 അല്ലേ? ഓക്കെ, CH എസ്റ്റർ എടുക്കുന്നുണ്ട്. എസ്റ്റർ ഉണ്ടാക്കാൻ എന്ത് വേണം? CH3COH കാർബോക്സിലിക് ആസിഡ് വേണ്ടേ? അപ്പൊ CH3COH ഏത് ആസിഡാണ്? 1, 2. എന്താണ് ഇവിടെ? എന്ത് ആസിഡ് അത്? രണ്ടുണ്ട്. എത്തനോയിക് ആസിഡ് പ്ലസ് എത്തനോയിക് ആസിഡും അതേപോലെ എത്തനോളും. എന്താണ്? എത്തനോയിക് ആസിഡും എത്തനോളും രണ്ടും എത്താണ്. എത്തനോളിന് എങ്ങനെ എഴുതാ? CH3CH2OH ആണ് എന്ത്? എത്തനോള് അല്ലേ? ആണ് സർ, ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് തിരിച്ചു. ഈ OH തിരിച്ച് ഇതാണ് എന്താണ്? HO ഇങ്ങനെ ഇതാണ്. പിന്നെ CH2CH3 ഇങ്ങനെ എഴുതുന്നുണ്ട്. രണ്ടാളും മിക്സ് ആക്കി, പ്ലസ് ചെയ്ത് രണ്ടാളും മിക്സ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഗീവ്സ്
ഇത് രണ്ടാളും മിക്സ് ആക്കിയാൽ എന്നിട്ട് അല്ലെങ്കിൽ എന്ത് പറഞ്ഞു H2SO4 കോൺസെൻട്രേറ്റഡ് H2SO4 പറഞ്ഞു. മക്കൾ ഈ H2SO4 പ്രത്യേകത ഉണ്ട്, ഇതിലുള്ള വെള്ളത്തിന് മൊത്തം എന്ത് ചെയ്യും പിടിച്ചിട്ട് പുറത്തെടുക്കും. അതാണ് H2SO4 ഒരു സ്വഭാവമാണിത്. അപ്പോൾ എന്ത് കിട്ടും, എന്തായാലും എന്ത് കിട്ടും H2O വെള്ളം കിട്ടും. എന്ത് കിട്ടും H2O വെള്ളം കിട്ടും. എവിടുന്നാ പോലെ വെള്ളം എന്ന് അറിയോ? ഇവിടെ 2 H ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ഓയും ഉണ്ട്. അപ്പൊ എന്ത് കിട്ടി H ല്ലേ H2O H2O കിട്ടി. പിന്നെ എന്തൊരു ബാക്കിയുള്ളത് CH3 CH3 പിന്നെ CO പിന്നെ ഇവിടെ ഒരു O പിന്നെ എന്താണ് CH2 പിന്നെ എന്തായാലും CH3 അല്ലേ അതാണ്. അപ്പൊ ഈ COO ആണ് എന്ത് എസ്റ്ററിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ എസ്റ്റർ എന്താണ് COO ആണ്. COO കണ്ടാണെങ്കിൽ മനസ്സിലാക്കണം അതെന്താണ് എസ്റ്റർ ആണ്. ഉണ്ടോ ഇവിടെ കണ്ടില്ലേ CH3 COO CH2 CH3 ആര് കൊണ്ടുപോയി HHും H2O OH2നെ കൊണ്ടുപോയി. ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പൊ ഇതിന്റെ പേരെന്താ സർ? ഇതിന്റെ പേരൊന്ന് പറഞ്ഞരി. ഇതിന്റെ പേരെന്താ? ഈ പ്രൊഡക്റ്റ് ഞാൻ വേണ്ടി ഇത് മനസ്സിലാക്കാൻ വേണ്ടി താഴേക്കൊന്ന് എഴുതുന്നുണ്ട്. എന്താണ് CH3 COO CH2 CH3. ഇതിന്റെ പേരെങ്ങനെ ഇടുക? ഇതിന്റെ പേര് ഇടാൻ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇവിടെ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം. ഈ COന്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ, അത് എസ്റ്ററിന്റെ ഭാഗമായിട്ട്. ഇവിടെ എന്താ CH2 CH3 നമ്മൾ ബ്രാഞ്ചിൽ പറയില്ലേ ഈതയിൽ മീതയിൽ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? CO കഴിഞ്ഞിട്ട് 1 2. അപ്പൊ ഈതയിൽ എന്താണ് ഈതയിൽ എന്നെ മലയാളത്തിൽ സാർ എങ്ങനെ എഴുതുക? മലയാളത്തിൽ പറയാറ് കേട്ടോ ഈതയിൽ. പിന്നെന്താ ഇവിടെ 1 2 ഇല്ലേ? അപ്പൊ എത്തല്ലേ എത്ത് ഈതയിൽ എത്തനോയേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഓയേറ്റ് എത്താൻ OATE ഈതയിൽ എത്തനയേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ വേണമെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് എഴുതി തരാം. എന്താണ് ഈതയിൽ എത്ത് ആൻഡ് OAT എന്നാണ് പറയാം. OAT എന്ന് പറഞ്ഞാൽ ഇവിടെ എസ്റ്റർ ആയിരിക്കും. അപ്പൊ ഈതയിൽ എത്തനയേറ്റ് അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ നെയിമിങ് പഠിക്കാനൊന്നുമില്ല, ഇവിടെ മാത്രമേ പഠിക്കാനുള്ളൂ. ജസ്റ്റ് പഠിച്ചു വെക്കുക. എങ്ങനെ പഠിച്ചു വെക്കുക സർ? നിങ്ങൾക്ക് അറിയാം ഈതയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 CH2 CH3 രണ്ടെണ്ണമാണ്. അപ്പൊ ഈതയിൽ പിന്നെ എത്ത് 2 കാർബൺ ഉണ്ട്, 1 2 2 കാർബൺ ഉണ്ട്. പിന്നെ OAT എന്നാണ് എന്തിന് ചേർക്കുക? എസ്റ്റർ ആണ് ചേർക്കുക. മലയാളത്തിൽ എങ്ങനെ എഴുതുക? മലയാളത്തിൽ ഇങ്ങനെ എഴുതും. ഇവിടെ തന്നെ ഉണ്ട് ഈതയിൽ എത്തനയേറ്റ്. സെറ്റ് ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ സർ ക്ലിയർ ആണ്, സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? സർ പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. എടാ നമുക്ക് എസ്റ്ററിന്റെ കുറച്ച് എന്തുണ്ട് ഉപയോഗങ്ങളും അതിന്റെ പേരൊക്കെ തന്നിട്ടുണ്ട്. ഉപയോഗം എന്നല്ല, ഏതൊക്കെ ഫ്രാഗ്രൻസ് ആണ് എസ്റ്റർ കൊണ്ടുവരിക, അതേപോലെ കാണിച്ചാൽ കേട്ടോ കളർ മാറിയിട്ടുണ്ട്. എസ്റ്ററിന്റെ എന്താണ് നെയിം ഓഫ് ദ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടിയാൽ എന്ത് കിട്ടുക? എസ്റ്റർ കിട്ടുക. ഇത് കാണുന്നില്ല മക്കളെ? ഇത് കാണുന്നില്ലേ? ഓക്കെ, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നു. അതായത് നിങ്ങൾ ബുക്കിലുണ്ട്, വളരെ സിമ്പിൾ ആണ്. അതായത് കാർബോക്സിലിക് ആസിഡും OHും കൂടി ചേർന്നാലാണ് എന്ത് കിട്ടുക? എസ്റ്റർ കിട്ടുക. ആ എസ്റ്റർ എന്തിനൊക്കെ ഫ്രാഗ്രൻസ് ഉണ്ടാക്കാം, എന്തൊക്കെ സ്മെല്ല് ഉണ്ടാക്കാം ഇവിടെ പറയുന്നുണ്ട്. മലയാളത്തിനും കൊടുത്തിട്ടുണ്ടോ? മലയാളം വേറെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? മലയാളത്തിനും കൊടുത്തിട്ടുണ്ടല്ലേ? എത്തനോയിക് ആസിഡും ഐസോ അമൈൽ ആൽക്കഹോളും കൂടി ചേർന്നാൽ ഐസോ അമൈൽ അസറ്റേറ്റ് കിട്ടും. അത് എന്തിന് സുഗന്ധം കിട്ടും? നേന്ത്രപ്പഴ ആണ്. അതിന്റെ സ്മെല്ല്, അതിന്റെ ഫ്രാഗ്രൻസ് കിട്ടുക, അതിന്റെ സുഗന്ധമാണ് കിട്ടുക അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്തനോയിക് ആസിഡും ബെൻസൈൽ ആൽക്കഹോളും കൂടി ചേർന്നാൽ ബെൻസൈൽ എത്തനോയേറ്റ് കിട്ടും. അത് മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവിന്റെ സ്മെല്ല് കിട്ടും. പിന്നെ എത്തനോയിക് ആസിഡും ഒക്ടൈൽ ആൽക്കഹോളും ചെയ്താൽ ഒക്ടൈൽ എത്തനോയേറ്റ്, അത് ഓറഞ്ച് ആണ്. പിന്നെ ബ്യൂട്ടനോയിക് ആസിഡും ഈത്തൈൽ ആൽക്കഹോളും ചെയ്താൽ ഈത്തൈൽ ബ്യൂട്ടനോയേറ്റ് കിട്ടും, അത് പൈനാപ്പിൾ ആണ്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ തല പൊഞ്ഞ് ആലോചിക്കുന്ന നിങ്ങൾ ബുക്കിൽ ഇത് കള്ളിയുണ്ട്, കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റ് ചെറിയ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ടാവും, കാണുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബുക്ക് ഒന്ന് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാകും. എന്നാൽ ഇതിൽ കാണുന്നുണ്ട് ഞാൻ ഉറപ്പുവരുത്താണ്. ഏകദേശമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു അല്ലേ? കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ കരുതുന്നു. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? മക്കൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഇതൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പേര് പഠിക്കുമ്പോൾ സുഖമാണ്. ആൽക്കഹോളിന്റെ പേരാണ് ഫസ്റ്റ് പറയുക, ഐസോ അമൈൽ.
പിന്നെ എന്താ പറയുക എത്തനോയ് അസെറ്റേറ്റ് ആൽക്കഹോൾ എന്ത് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് പറയുന്നത്. ഇവിടെ ബെൻസൈലെ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് ആൽക്കഹോളാണ് പറയുക. പിന്നെ എന്ത് പറയുള്ളൂ നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ പേര് പറയുള്ളൂ. രണ്ടും കൂട്ടി ചേർത്തുമ്പോൾ എസ്റ്ററിന്റെ പേര് എഴുതുമ്പോൾ. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ സർ മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കള് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണപ്പരീക്ഷക്ക് ഓണം എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ലൈവിൽ വരുന്നുണ്ട്. ഓരോ എക്സാമിൻ്റെയും മുന്നോടിയായിട്ട് റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, പുതിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്താണ്? ക്ലാസ്റ്റർ യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ യൂട്യൂബ് ചാനലും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിലാണ് എന്ത് ചെയ്യുക, ലൈവുകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുക. അപ്പോൾ മക്കൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ക്ലാസ്റ്ററിൻ്റെ എന്ത് ചെയ്യും, അതിൽ പിൻ ചെയ്യും, കമന്റ് ബോക്സിൽ പിൻ ചെയ്യും. ആ പോയിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.